പതിറ്റാണ്ടുകൾ നീണ്ട സർഗസബരിയിലൂടെ ആയിരക്കണക്കിന് കുരുന്നുകളുടെ വിരൽത്തുമ്പിൽ കലയുടെ വസന്തം വിരിയിച്ച പ്രിയ ഗുരുനാഥൻ, വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും നാടിൻ്റെ യശസ് വാനോളമുയർത്തിയ അനവധി പുരസ്കാരങ്ങളുടെ തിളക്കമുള്ള അനുഗ്രഹീത കലാകാരൻ, കാലം മായ്ക്കാത്ത വരകൾ കൊണ്ട് നിറങ്ങളുടെ ഋതുഭേദം തീർത്ത പ്രിയ കൂട്ടുകാരൻ, ദൈവം തൊട്ട കൈവിരലുകളുടെ ഉടമ, ഇനിയും ഇനിയും എണ്ണിയാലൊടുങ്ങാത്ത നിരവധി വിശേഷണങ്ങൾ, എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരാളിലേക്ക്. മറ്റം സെയിൻറ്റ് ഫ്രാൻസിസ് വിദ്യാലയത്തിലും ആസ്വാദക മനസ്സുകളിലും കലയുടെ വിസ്മയം തീർത്ത് തൻ്റെ തൊഴിൽ മേഖലയിൽ നിന്നും ഔപചാരികമായി പടിയിറങ്ങുകയാണ് പ്രിയ ചിത്രകലാധ്യാപകൻ ശ്രീ CT ജോൺസൺ മാസ്റ്റർ. കലയെന്നത് വിരൽത്തുമ്പിലൂടെ ഒഴുകിയെത്തുന്ന ആത്മാവിൻ്റെ സംഗീതമാണ്. ഈ കലാകാരൻ്റെ ചായക്കൂട്ടുകൾ എല്ലാവരെയും ചിത്രകലയുടെ അനന്തവിഹായസിലേക്ക് ചിറകുവിടർത്തുവാൻ പ്രാപ്തരാക്കുന്നു. വിദ്യാലയത്തിൻ്റെ ചുമരുകളിലും ദേവാലയത്തിൻ്റെ അൾത്താരമുകളിലും ഇദ്ദേഹത്തിൻ്റെ കരവിരുതു പതിഞ്ഞിട്ടുണ്ട്. മറ്റം സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിലും ആളൂർ, കൂനമുച്ചി, വല്ലച്ചിറ തുടങ്ങിയ നിരവധി ദേവാലയങ്ങളിലും ജോൺസൺ മാസ്റ്റർ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. നമസ്കാരം. നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ജോൺസൺ മാസ്റ്റർ ഈ വർഷം നമ്മളുടെ വിദ്യാലയത്തോട് വിട പറയുകയാണ്. 30 വർഷക്കാലത്തിലേറെ നീണ്ടുനിന്ന അധ്യാപന ജീവിതം, 1995 മുതലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ വർണ്ണാഭമായിരുന്നു എന്ന് തന്നെ പറയാതെ വയ്യ. കാരണം ഒട്ടേറെ വിദ്യാർത്ഥികളെ നിറങ്ങളുടെ ചായക്കൂട്ടുകൾ എല്ലാം പരിചയിപ്പിച്ച വലിയ വലിയ ഷോകൾക്ക് വരെ അവരെ ഒരുക്കിയ ഒരു വ്യക്തിയാണ് ജോൺസൺ മാസ്റ്റർ. അദ്ദേഹം ചിത്രകല മാത്രമല്ല മറ്റെല്ലാ കലാരൂപങ്ങളെയും അത്യാവശ്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ മേളകൾക്കും ഉപജില്ല, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകനാണ് ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്റർ പോകുമ്പോൾ വിദ്യാലയത്തെ സംബന്ധിച്ച് വലിയ ഒരു കോട്ടം തന്നെയാണ് അതിൽ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷനോടുള്ള അർപ്പണ മനോഭാവവും എല്ലാം തന്നെ നമുക്ക് ഈ സ്ഥാപനത്തിന് ഇനിയും ലഭിക്കുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കാരണം അത്രമേൽ അദ്ദേഹം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിലെ ഓരോ വിദ്യാർത്ഥിയെയും ഓരോ സഹപ്രവർത്തനെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലും ഈ സ്ഥാപനത്തിന് നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ജോൺസൺ മാസ്റ്ററെ സേവനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോൺസൺ മാസ്റ്റർക്ക് ഇനി കുറേ കൂടി തിരക്കുകളുള്ള ദിവസങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല ഒരു ചിത്രകാരൻ ഫ്രീ ആയിട്ട് റിട്ടയേർഡായിട്ട് വളരെ സ്വതന്ത്രമായ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്യാൻവാസുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. ആ ക്യാൻവാസുകളൊക്കെ വർണ്ണച്ചാർത്തുകളിൽ, നിറക്കൂട്ടുകളിൽ എല്ലാം മികവുറ്റതാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും ജോൺസൺ മാസ്റ്റർക്കും കുടുംബത്തിനും നേരുന്നു. 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ജോൺസൺ മാസ്റ്റർ പടിയിറങ്ങുകയാണ്. വരകളിലൂടെ കുട്ടികളുടെ ഭാവനയെ ഉണർത്തിയ നല്ലൊരു ചിത്രകലാകാരനാണ് ജോൺസൺ മാസ്റ്റർ. കുട്ടികളുടെ മനസ്സിലെ കുഞ്ഞു ചിന്തകളെ നിറം പകർന്ന് ചിത്രങ്ങളാക്കി മാറ്റാൻ ജോൺസൺ മാസ്റ്റർ കാണിക്കുന്ന ക്ഷമയും താല്പര്യവും എടുത്തു പറയേണ്ടതാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഓരോ ചുമരുകളിലും ജോൺസൺ മാഷിൻ്റെ കലാവിരുദ്ധ നമ്മൾക്ക് കാണാനായി സാധിക്കും. വിദ്യാരംഗം കലാസാഹിത്യവേദി ചിത്രകലാ അധ്യാപകർക്കായി നടത്തിയ മത്സരത്തിൽ ജോൺസൺ മാസ്റ്റർ സ്റ്റേറ്റ് തലത്തിൽ 5 തവണ വിന്നറായത് നമുക്കും നമ്മുടെ വിദ്യാലയത്തിനും ഏറെ അഭിമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കലാമേളകളിൽ ജോൺസൺ മാസ്റ്റർ ലോഗോയാണ് പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. ഈ വർഷവും ഉപജില്ലാ കലാമേളയിൽ ജോൺസൺ മാസ്റ്ററുടെ ലോഗോ തന്നെയാണ് തിരഞ്ഞെടുത്തത്. വിദ്യാലയത്തിൽ ഓരോ ദിനാചരണത്തിലും ജോൺസൺ മാസ്റ്ററുടെ വക പോസ്റ്ററോ കൊളാഷോ ചിത്രമോ ഉണ്ടായിരിക്കും.
അത് ആ ദിനാചരണത്തിന് ഏറെ മോടികൂട്ടുന്നതാണ്. ഓരോ അധ്യാപകനും തൻ്റെ ശിക്ഷരെക്കുറിച്ച് ഏറെ അഭിമാനിക്കാറുണ്ട്. ജോൺസൺ മാഷിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശിക്ഷരൊക്കെ തന്നെയും വളരെ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരാണ്. ഇത്രയും നല്ല ശിക്ഷ സമ്പത്തുള്ള ജോൺസൺ മാസ്റ്റർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും വരും കാലങ്ങളിൽ കലയിൽ മുഴുകി ജീവിക്കുവാനും നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുവാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം നമ്മുടെ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ മാസ്റ്റർ ഈ വർഷം റിട്ടയർ ചെയ്യാണ്. മാഷെക്കുറിച്ച് 2 വാക്ക് പറയുക എപ്പോഴും സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു കലാകാരനെക്കുറിച്ചാണ് പറയേണ്ടത്. ആരാണ് കലാകാരൻ? മനുഷ്യൻ്റെ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്നവനാണ് കലാകാരൻ. അവൻ ചിത്രമരയിലൂടെയും പാട്ടിലൂടെയും മറ്റ് കലാരൂപങ്ങളിലൂടെയും മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനാണ് കലാകാരൻ. അങ്ങനെയുള്ള കലാകാരൻ ഓരോ വിദ്യാലയത്തിലും വളരെ അത്യന്താപേക്ഷിതമാണ്. ജോൺസൺ മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ ക്ലാസ് മുറികളിൽ കാത്തിരിക്കുന്ന അധ്യാപകൻ, കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരോട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവരോട് പെരുമാറുന്നൊരു അധ്യാപകൻ, കുട്ടികളുടെ ഉള്ളിലെ വിചാരങ്ങളെ ചിന്തകളെ ശാന്തമായും അഹിംസാപരമായും പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ. ഒരാൾക്ക് ഒരാളുടെ വിചാരങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. ഹിംസാത്മകമായും പ്രകടിപ്പിക്കാം, അഹിംസാത്മകമായും പ്രകടിപ്പിക്കാം. കുട്ടികളെ വളരെ ശാന്തരായി അഹിംസാത്മകമായി തങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അത് വർണ്ണചിത്രങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒരു അസാമാന്യ കഴിവുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 5 വർഷത്തിലധികം സംസ്ഥാന തലത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ അവാർഡ് ജേതാവാണ് അദ്ദേഹം. ഒരു സമൂഹത്തിൽ ഒരു ചിത്രകാരൻ ഉണ്ടാവുക എപ്പോഴും ഒരു സമൂഹം അറിയപ്പെടുക എപ്പോഴും ഒരു കലാകാരനിലൂടെ ആയിരിക്കും. ഉദാഹരണത്തിനായി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കലാകാരന്മാർ ഓർമ്മയുണ്ട്. അങ്ങ് രവീന്ദ്രനാഥ ടാഗോർ മുതൽ ഇങ്ങ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ചരിത്രത്തിൽ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ചരിത്രം അറിയപ്പെടുക ജോൺസൺ മാഷിലൂടെ ആയിരിക്കും. മാഷുടെ കാലഘട്ടം എന്നറിയപ്പെടും. ഇനിയും ഒരുപാട് മാഷക്ക് അവസരങ്ങളുണ്ട്. കാരണം ഇത്രയും കാലം സ്കൂളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒരുപാട് പ്രൊഫഷണൽ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാനൊക്കെയുള്ള അവസരം അദ്ദേഹത്തിന് ഒരുപാടുണ്ട്. ഇപ്പോഴും പലതിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇനി കുറച്ചും കൂടെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി വന്നു ചേർന്നിട്ടുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം. ഇപ്പോൾ ഈ റിട്ടയർമെൻ്റ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിന് എല്ലാവിധ അനുമോദനങ്ങളും നൽകുന്നു. ഒപ്പം തന്നെ സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളുടെയും പേരിൽ അദ്ദേഹത്തിന് എല്ലാതരം ആശംസകളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി. എൻ്റെ സേവനകാലത്ത് ചിത്രകലയിലുള്ള കഴിവിലൂടെ ഒരുപാട് അഭിമാനാർഹമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ ജോൺസൺ മാസ്റ്റർക്കായിട്ടുണ്ട്. അങ്ങനെ ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും പടിയിറങ്ങി പോകുന്ന ജോൺസൺ മാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും സന്തോഷവും സമാധാനവും ആസ്വാദ്യകരവും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. പ്രിയങ്കരനായ നമ്മുടെ ചിത്രകലാധ്യാപകനായ നമ്മുടെ സ്കൂളിലെ ജോൺസൺ മാസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകലയോടുള്ള പ്രണയം, അതുപോലെ നിരവധി സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ജോൺസൺ മാസ്റ്റർ എന്നും സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു മുതൽക്കൂട്ടാണ്. തുടർന്നും നമ്മുടെ ജോൺസൺ മാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ ഇനിയും ഒരുപാട് അവാർഡുകൾ ലഭിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റിട്ടയർമെൻറ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ചിത്രകല അധ്യാപകനായ ജോൺസൺ മാസ്റ്റർ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്.
1/12/95 ജോൺസൺ മാസ്റ്റർ ഈ സ്കൂളിലേക്ക് പ്രവേശിച്ചത്. 3/6/96 മുതൽ തുടർച്ചയായ സേവനത്തിൽ വരികയും ഈ 31/5/2026 റിട്ടയർ ചെയ്യുന്ന സമയത്ത് 29 വർഷവും 11 മാസവും 29 ദിവസവും പൂർത്തീകരിച്ച് 30 കൊല്ലത്തെ സർവീസ് കാലഘട്ടമാണ് മാഷ്ക്കുള്ളത്. മാഷ് ഈ കാലഘട്ടത്തിൽ കുട്ടികളിലേക്ക് ജീവനുള്ള ചിത്രങ്ങളാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് എന്നും മാഷയുടെ ഓർമ്മയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ്. ഏറ്റവും പ്രിയങ്കരനായ ജോൺസൺ മാസ്റ്റർ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് തീരെ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കലാകാരൻ നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണെന്ന് ജോൺസൺ മാസ്റ്ററുടെ വീട്ടുപരിസരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വിവിധ വർണ്ണങ്ങളാൽ വിസ്മയം തീർത്തു നിൽക്കുന്ന ബോഗൺവില്ലകളും ഓർക്കിഡ് സുന്ദരികളും മറ്റനേകം അലങ്കാര ചെടികളും പൂച്ചെടികളും നമ്മുടെ ഹൃദയം കവരും. ജോൺസൺ മാസ്റ്റർക്കും സഹധർമ്മിണി ജസീന്ത ടീച്ചർക്കും ഈ ചെടികളും പൂക്കളുമെല്ലാം അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ദൈവാനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന ഒരു കുടുംബമാണ് ജോൺസൺ മാസ്റ്ററുടേത്. ഭാര്യ ജസീന്ത പേരകം മാറോക്കി കുടുംബാംഗമാണ്. മറ്റം സെയിൻറ്റ് മേരീസ് LP സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു. മൂത്ത മകൻ അഭയ് ജോൺസൺ ഫിസിക്സ് ബിരുദ പഠനത്തിനു ശേഷം PSC പരിശീലനം നേടുന്നു. ഇളയ മകൻ അലൻ ജോൺസൺ BCA വിദ്യാർത്ഥിയാണ്. രണ്ടു മക്കളും മാസ്റ്ററുടെ മാതൃക പിന്തുടർന്ന് ചിത്രകലയിൽ കഴിവ് തെളിയിച്ചവരുമാണ്. മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷിൻ്റെ ക്ഷമയാണ് എനിക്ക് എടുത്തു പറയാൻ പറ്റിയൊരു ഗുണം. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ തമ്മിൽ മക്കളായാലും ഞാനായാലും ഒരു വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരെ മാഷ് കമ്പ്യൂട്ടർ ഡിസൈനിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് അതൊക്കെ ഓൺലൈനായിട്ട് പഠിക്കുന്നത് കാണുമ്പോൾ ഈ പ്രായത്തിലും അത് പഠിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ആവേശം, മക്കൾക്കായാലും എനിക്കായാലും അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി ഉണർത്തുന്നൊരു കാര്യമായിരുന്നു. പഠനം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത് തുടർന്നുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ അവർക്ക് പകർന്നു നൽകുമ്പോഴാണ് അവർക്ക് കൂടുതൽ അത് ആഹ്ലാദകരമാവുള്ളൂ. നമ്മൾ പഠിച്ച പഴയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ തലമുറയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല നമ്മുടെ ജീവിതാവസാനം വരെയും നമ്മൾ പഠിക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം നിലനിൽക്കും. അപ്പൻ റിട്ടയർഡായി എന്നുള്ള കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞൊരു സംഭവം പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ അപ്പം പഠിപ്പിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് 5 തൊട്ട് +2 വരെ ഞാൻ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അപ്പൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മത്സരങ്ങൾ അപ്പൻ്റെ ഒപ്പം പോകാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ഓർമ്മകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് അപ്പൻ്റെ നിന്നും അതുപോലെ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജോൺസൺ മാസ്റ്ററുടെ പ്രതിഭയ്ക്കുള്ള അംഗീകാരങ്ങളായി ഒത്തിരി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിൽ 5 തവണ സമ്മാനം നേടിയിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപത കാർട്ടൂൺ മത്സരത്തിലും പലതവണ വിജയിയായിട്ടുണ്ട്. തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിലെ സംസ്ഥാന ക്യാമ്പുകൾ ഉൾപ്പെടെ നിരവധി ചിത്രരചനാ ക്യാമ്പുകൾക്ക് മാസ്റ്റർ നേതൃത്വം നൽകിയിട്ടുണ്ട്.
കൊച്ചിൻ ബിനാലെ ഉൾപ്പെടെയുള്ള കലാമേളകളിൽ പങ്കെടുക്കാനും നിരവധി തവണ ചിത്ര പ്രദർശനങ്ങൾ നടത്താനും മാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രകല അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു നടനും ഗായകനുമാണ് ജോൺസൺ മാസ്റ്റർ. ഷോർട്ട് ഫിലിം നിർമ്മാതാവ്, പാരിഷ് ബുള്ളറ്റിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗം, നാട്ടിലെ സാംസ്കാരിക സംഘടനയായ എംഫാസിൻ്റെ ഭാരവാഹി തുടങ്ങിയ നിരവധി കർമ്മ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമ ടൈറ്റിൽ തയ്യാറാക്കൽ, ലോഗോ ഡിസൈനിങ് തുടങ്ങി അദ്ദേഹം കഴിവ് തെളിയിക്കാത്ത മേഖലകൾ അപൂർവമാണ്. ഈ ചിത്രം ഞാൻ വരച്ചത് എൻ്റെ ഒരു ബാല്യകാല ഓർമ്മയ്ക്കായിട്ട് വരച്ചതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ആടുണ്ടായിരുന്നു. അപ്പോൾ ആടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനെ ഇല പറക്കി കൊടുക്കുക, പ്ലാവില പറക്കി കൊടുക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട്, ഇത് ഞാൻ സൂചിപ്പിച്ചത് കണ്ണ് കാണാത്തൊരു കുട്ടി, ഈ ആടിനും കാഴ്ചയില്ല. അപ്പം അതിൻ്റെ ഒരു സ്നേഹം ബാക്ക്ഗ്രൗണ്ടിൽ പ്ലാവിലൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് കാണിക്കാവുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം ബോംബെയിലെ ധാരാവി എന്ന് പറയുന്ന ഒരു ചേരി പ്രദേശമാണ്. ഇത് എക്സിബിഷനിലൊക്കെ വെച്ചിട്ടുള്ളൊരു ചിത്രമാണ്. കുറേയധികം പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ചിത്രം കൂടിയാണ്. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ഒരവസരവും മാഷ് പാഴാക്കാറില്ല. അത് ക്ലാസ് മുറിയായാലും കളിസ്ഥലമായാലും. മാഷുടെ പ്രിയ വിനോദങ്ങളിലൊന്നായ ഫുട്ബോൾ സമയം കിട്ടുമ്പോൾ ശിഷ്യഗണങ്ങളോടൊപ്പം കളിക്കാറുണ്ട്. ഇതൊക്കെയായിരിക്കാം മാഷുടെ ചെറുപ്പം നിലനിർത്തുന്ന സൂത്രവും. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി സമ്മാനം നൽകാനും ജോൺസൺ മാസ്റ്റർ മറന്നില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓർമ്മയ്ക്കായി ഓരോ സ്നേഹോപഹാരം അദ്ദേഹം നൽകി. അതിലിങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: എൻ്റെ അധ്യാപക ജീവിതത്തിലെ അവസാന കണ്ണിയും ഏറ്റവും മിടുക്കനുമായ വിദ്യാർത്ഥിയാണു നീ. നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നിരവധി കലാകാരന്മാരെ വാർത്തെടുക്കാൻ ജോൺസൺ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആര്യൻ, സൂര്യൻ, അഭിജിത്ത് എന്നിങ്ങനെ എത്രയെത്ര പേർ. ജോൺസൺ മാഷുടെ പ്രിയ ശിഷ്യരായ ആര്യനും സൂര്യനും അദ്ദേഹത്തിന് സമ്മാനിച്ചത് അതിമനോഹരമായ ഒരു ദാരുശില്പമായിരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി അർഹതയുള്ള 13 വിദ്യാർത്ഥികൾക്ക്
സൈക്കിൾ സമ്മാനിച്ച് വിരമിക്കലിൻ്റെ ഒരു സ്നേഹഗീതിക രചിച്ചാണ് ജോൺസൺ മാസ്റ്റർ യാത്രയാകുന്നത്. കാലം എത്ര കഴിഞ്ഞാലും വിദ്യാർത്ഥി മനസ്സുകളിൽ ജോൺസൺ മാസ്റ്റർ ജീവിച്ചുകൊണ്ടിരിക്കും. 3 പതിറ്റാണ്ടിലധികം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ജോൺസൺ മാസ്റ്റർ വിരമിക്കുമ്പോൾ അത് ഈ കലാലയത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരം കലാപ്രതിഭകൾ പിറവിയെടുക്കൂ. ഇതുപോലൊരു കലാപ്രതിഭ ഇനിയും ഈ കലാലയത്തിലെത്താൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ജോൺസൺ മാസ്റ്ററുടെ സർഗവാസനകൾക്കും സേവനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കലാലയം കരങ്ങൾ കൂപ്പുന്നു. അതുല്യനായ ഈ പ്രതിഭയുടെ ഇനിയുള്ള ജീവിതവും ഒരു മനോഹര ചിത്രം പോലെ മനോഹരമായി തീരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.